വിദേശ വിശേഷത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തകർന്ന ഗാസയെ പുനർനിർമ്മിച്ച് കടൽത്തീര സുഖവാസ കേന്ദ്രമാക്കുമെന്ന ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് യഥാർത്ഥത്തിൽ ഒട്ടും സ്വീകാര്യതയുണ്ടായില്ല. ഗാസയിലെ പാലസ്തീൻകാർ മറ്റെവിടെയെങ്കിലും പോകണമെന്ന ട്രംപിൻ്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് അമേരിക്കയുടെ സഖ്യകക്ഷികളും അറബ് രാജ്യങ്ങളും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാന സ്ഥാപനം ലക്ഷ്യമിടുന്ന ദുരാഷ്ട്ര ഫോർമുലയ്ക്ക് ഘടകവിരുദ്ധമായിരുന്നു ശരിക്കും. ട്രംപിൻ്റെ പ്രസ്താവന ഗാസയുടെ പുനർനിർമ്മാണ കാലയളവിൽ പാലസ്തീനികളെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യമാണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ് ട്രംപിൻ്റെ നിലപാട് മയപ്പെടുത്താനാണ് വൈറ്റ് ഹൗസ് പിന്നീട് ശ്രമങ്ങൾ നടത്തിയത്. ഗാസയെ ഏറ്റെടുക്കുമെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാനുമായി സമാധാന ആണവ കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുകയുണ്ടായി. മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമയുടെ കാലത്ത് ഇങ്ങനെയൊരു കരാർ ഉണ്ടായിരുന്നു. എന്നാൽ ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് ഈ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറുകയായിരുന്നു. ഇതിനായി അന്ന് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവാണ്. ഇറാനുമായി അമേരിക്ക ബന്ധമുണ്ടാക്കുന്നത് നെതന്യാഹു അടക്കമുള്ള ഇസ്രയേലി തീവ്ര നിലപാടുകാർക്ക് ഒരിക്കലും ദഹിക്കുന്ന കാര്യമല്ല. അവരെ സന്തോഷിപ്പിക്കാനായിരിക്കണം ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് ട്രംപ് പറയുന്നത്. ട്രംപ് നടത്തിയ വലിയൊരു ചൂതാട്ടമാണ് ശരിക്കും. അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അധികാരത്തിലേറി 3 ആഴ്ച തികയും മുമ്പ് 50-ലധികം എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് ട്രംപ് പ്രധാനമായും പുറപ്പെടുവിച്ചത്. പലതും മുൻ ഭരണകൂടത്തിൻ്റെ നിലപാടുകൾ തിരുത്തുന്നതുമാണ്. വിവാദ ഉത്തരവുകളിൽ ഉൾപ്പെടുന്നത് നിരവധിയാണ്. അതിലാദ്യത്തേത് കുടിയേറ്റ വിരുദ്ധതയാണ്. സത്യപ്രതിജ്ഞ ചെയ്ത ദിനം തന്നെ അമേരിക്കയുടെ പരമാധികാരം അപകടത്തിലാണെന്ന് പറഞ്ഞ് ട്രംപ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായി. കുടിയേറ്റക്കാരെ തടയാൻ മെക്സിക്കോ അതിർത്തിയിൽ ഇരുമ്പുവേലി നിർമ്മാണം പുനരാരംഭിക്കുന്നതടക്കം ഫണ്ട് ചെലവഴിക്കുന്നതിനായി കൂടുതൽ അധികാരങ്ങൾ ഇതോടെ അദ്ദേഹത്തിന് ലഭിച്ചു. അമേരിക്കയിൽ ജനിക്കുന്ന ആർക്കും അമേരിക്കൻ പൗരത്വം ലഭിക്കുന്ന പദ്ധതി നിർത്തലാക്കി ട്രംപ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. കുടിയേറ്റക്കാർക്കും വിവിധ വിസകളിൽ അമേരിക്കയിൽ എത്തുന്നവർക്കും ജനിക്കുന്ന കുട്ടികൾ അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നത് തടയുകയാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ജന്മാവകാശ പൗരത്വം റദ്ദാക്കിയ ട്രംപിന്റെ നടപടിക്കെതിരെ കോടതിയിൽ കേസ് നടക്കുകയാണ്. മറ്റൊരു ഘടകം കാലാവസ്ഥാ വ്യതിയാനമാണ്. നിയന്ത്രണ വിധേയമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുമെന്നുള്ള ഉത്തരവ് ട്രംപ് പുറപ്പെടുവിച്ചിരുന്നു. ട്രംപിന്റെ ഒന്നാം ഭരണകാലത്തും അമേരിക്ക പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. പിന്നീട് പ്രസിഡന്റായ ബൈഡൻ ഉടമ്പടിയിൽ വീണ്ടും അമേരിക്കയെ അംഗമാക്കുകയും ചെയ്തു. ട്രംപ് അമേരിക്കയിൽ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുണ്ടായി. ഫോസിൽ ഇന്ധനങ്ങളുടെ ഖനനം വർദ്ധിപ്പിക്കാനാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ ഏജൻസിയായ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കാനുള്ള നടപടികൾ ആരംഭിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിലും ട്രംപ് ഒപ്പുവെക്കുകയുണ്ടായി. സംഘടന കോവിഡ് പ്രതിസന്ധി കൈകാര്യം ചെയ്ത രീതിയിൽ ട്രംപിന് യാതൊരുവിധ തൃപ്തിയില്ല. ട്രംപിന്റെ ഒന്നാം ഭരണകാലത്തും അമേരിക്കയെ സംഘടനയിൽ നിന്ന് പിൻവലിക്കുന്ന നടപടിയാണ് കൈക്കൊണ്ടിരുന്നത്. ബൈഡനാണ് വീണ്ടും ചേർത്തിരുന്നത്. സ്ത്രീ, പുരുഷൻ എന്നീ 2 ലിംഗങ്ങളെ അമേരിക്കയിൽ ഇനി ഉള്ളുവെന്നാണ് ട്രംപ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലിംഗമാറ്റം ഒരിക്കലും അനുവദനീയമല്ല. പാസ്പോർട്ട്, വിസ പോലുള്ള ഔദ്യോഗിക രേഖകളിൽ ഇത് വളരെ നിർബന്ധമാണ്. ലിംഗമാറ്റം, ശസ്ത്രക്രിയ, ഹോർമോൺ ചികിത്സ മുതലായവയ്ക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉള്ളത്. അംഗപരിമിതരും ഭിന്നലിംഗക്കാരും അടക്കം പലവിധ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് തുല്യനീതി ഉറപ്പുവരുത്തുന്നതിനായി അമേരിക്ക പിന്തുടരുന്ന ഡൈവേഴ്സിറ്റി നയത്തിൽ ട്രംപിന് ഒട്ടും തന്നെ താല്പര്യമില്ല. സർക്കാർ വകുപ്പുകളിൽ ഡൈവേഴ്സിറ്റി നയം പിന്തുടരുന്നതിനെ അദ്ദേഹം പലപ്പോഴും എതിർത്തു. ജനുവരി 29-ന് വാഷിംഗ്ടൺ DC-യിൽ യാത്രാവിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് 67 പേർ മരിക്കാനിടയായ സംഭവത്തിൽ ഒരടിസ്ഥാനവുമില്ലാത്ത ഡൈവേഴ്സിറ്റി നയത്തെ കുറ്റപ്പെടുത്തിയത് ഇതിനുദാഹരണമായി പറയാം. ഫെഡറൽ സർക്കാർ ജീവനക്കാർ കോവിഡ് വാക്സിൻ നിർബന്ധമാക്കിയ ഉത്തരവ് ട്രംപ് റദ്ദാക്കിയിരുന്നു. വാക്സിൻ എടുക്കാത്തതിന്റെ പേരിൽ സൈന്യത്തിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട 8000 പേരെ തിരിച്ചെടുക്കുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്യുകയുണ്ടായി. അമേരിക്ക, മെക്സിക്കോ, ക്യൂബ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ എന്നാക്കി മാറ്റി. നൂറ്റാണ്ടുകളായി പ്രയോഗത്തിലുള്ള പേര് മാറ്റുന്നത് മെക്സിക്കോ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. നിർമ്മിത ബുദ്ധിയിൽ ലോക നേതാക്കൾക്കുള്ള ആശങ്ക ട്രംപിനില്ലെന്നും പറയാം. അമേരിക്കയെ നിർമ്മിത ബുദ്ധിയിൽ ഒന്നാമതാക്കാനുള്ള ഉത്തരവ് അദ്ദേഹം നൽകിയിട്ടുമുണ്ട്. പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങാമെന്ന ട്രംപിന്റെ പ്രഖ്യാപനമാണ് അവസാനത്തെ വിവാദമെന്നത്. ഫെഡറൽ സർക്കാരിന്റെ ഭക്ഷ്യപദ്ധതികളിലും പരിപാടികളിലും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സ്ട്രോകൾ നിരോധിച്ചും മുൻ പ്രസിഡന്റ് ബൈഡൻ ഉത്തരവിറക്കുകയുണ്ടായി. ഈ ഉത്തരവും വരും ദിവസങ്ങളിൽ റദ്ദാക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത്. പരിസ്ഥിതി വിഷയങ്ങളിൽ ട്രംപ് പുലർത്തുന്ന ജാഗ്രതയില്ലായ്മയാണ് ഇവിടെ യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നത്. സർക്കാർ വകുപ്പുകളിലെ വെബ്സൈറ്റുകളിൽ നിന്ന് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്യാനും ട്രംപ് നിർദ്ദേശിക്കുകയുണ്ടായി. ഭിന്നലിംഗക്കാരോടുള്ള ട്രംപിന്റെ എതിർപ്പും വളരെ വിവാദമാണ്.
കായിക ഇനങ്ങളിലെ വനിതാ വിഭാഗത്തിൽ ട്രാൻസ്ജെൻഡറുകൾ മത്സരിക്കുന്നത് അദ്ദേഹം വിലക്കി. ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉപരോധം പ്രഖ്യാപിക്കൽ റഷ്യൻ അധിനിവേശം നേരിടുന്ന യുക്രൈനെ സഹായിക്കുന്നതിന് പകരമായി യുക്രൈനിലെ പ്രകൃതി വിഭവങ്ങൾ അമേരിക്കയ്ക്ക് നൽകണമെന്ന ആവശ്യം, മുൻഗാമിയായ ബൈഡന് രഹസ്യരേഖകൾ പരിശോധിക്കാനുള്ള അധികാരം റദ്ദാക്കൽ തുടങ്ങിയവ ട്രംപ് ഉയർത്തിയ മറ്റ് സുപ്രധാന വിവാദങ്ങളാണ്. ഇവയ്ക്കൊപ്പം തന്നെ ചില നല്ല തീരുമാനങ്ങളും ട്രംപ് കൈക്കൊണ്ടിട്ടുണ്ട്. ഗർഭചിത്രത്തെ എതിർക്കുന്നതിന്റെ പേരിൽ നിയമ നടപടികൾ നേരിടുന്ന 23 പേർക്ക് മാപ്പ് നൽകിയത് ഇതിലൊന്നായി പറയാം. ഗുണ്ടാ സംഘങ്ങളെയും മയക്കുമരുന്ന് മാഫിയകളെയും ട്രംപ് തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള സംഘടനകളുടെ പട്ടികയിലാണ് ഇവർ ഇനി പ്രധാനമായും ഉൾപ്പെടുക.